ഒരു വിശ്വാസത്തിൻ്റെ ഒരു കൊടുമുടി കർമ്മേൽ പർവ്വതം വിശ്വാസത്തിൻ്റെ ഒരു വലിയ കൊടുമുടിയാണ്. വിശ്വാസത്തിൽ പള്ളി വെച്ചു നമ്മളെല്ലാ രീതിയിലും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് ഇനിയും കീഴടക്കുവാൻ എന്തെല്ലാം മലകളുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ മല ചവിട്ടുവാൻ നമുക്കിടയായിത്തീരണം. അതുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ വെല്ലുവിളി, ഒരു ഫെയ്ത്ത് ചലഞ്ച് പുതിയ വർഷത്തിൽ നമുക്കുണ്ടാകത്തക്ക രീതിയിലൊരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ച് കേട്ടത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരി വളരെ വ്യക്തമായി ഹൃദ്യമായിട്ടത് വായിച്ച് നമ്മളെ കേൾപ്പിച്ചല്ലോ. 17, 18, 19 അധ്യായങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏലിയാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനതിനൊരു 2 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. 38, 39 വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഏലിയ ഏലീശാ പ്രവര ബലമായി ചെയ്ത ക്രിയകൾ കാൺമാൻ, എലോഹീം എന്നെയും കാക്കുക. വേല നിന്നോടെ ഞാൻ ചെയ്യുവാൻ പറക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവേ ഈ നിജ പ്രാണിക്കൂ, പ്രേമഗീതത്തെ നീ കാട്ടുക. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നിൻ്റെ ആത്യന്തികമായ ഹിതം ഞങ്ങളെക്കുറിച്ചുള്ളത്, ഞങ്ങളിലൂടെ നിറവേറ്റേണ്ടത് കർത്താവെ, അത് തിരിച്ചറിയുവാൻ, അതിനായി സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയൻ്റെ മേലും വചനം ശ്രദ്ധിക്കുന്ന ഞങ്ങളെല്ലാവരുടെ മേലും എന്നേ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. വിശ്വാസം എന്ന വാക്ക് വളരെ പരിചിതമായ വാക്കാണ് ആത്മീയരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച്. എന്നാൽ ഇന്ന് വിശ്വാസം എന്ന വാക്ക് വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സ്വർണ്ണക്കടയുടെ, ജുവലറിയുടെ പരസ്യത്തിൻ്റെ ഏറ്റവും നല്ല ആപ്തവാക്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് വിശ്വാസം അതല്ലേ എല്ലാം. കല്യാൺ ജുവലേഴ്സിൻ്റെയാണ്, സ്വർണ്ണം വാങ്ങിക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ ഏറ്റവും വില കൂടിയ, ഇന്ന് ഓരോ ദിവസവും വില കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും മൂല്യമുള്ള ഒരു ലോഹമായി തീർന്നിരിക്കുന്ന സ്വർണം, ആ സ്വർണത്തെ ആളുകളിലേക്ക് വിശ്വാസ്യതയോടുകൂടെ ഏൽപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പരസ്യവാചകത്തിലെ ശക്തമായ വാക്ക് വിശ്വാസം അതല്ലേ എല്ലാം. സ്വർണ്ണക്കച്ചവടത്തിൽ മാത്രമല്ല, വിവിധ മേഖലകളിൽ ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ വിശ്വാസത്തെ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസം എന്ന വാക്കിന് സ്വർണത്തോട് ചേർന്നുള്ള വിലയേക്കാൾ അപ്പുറമായി പല മേഖലകളിലെ ക്രയവിക്രയങ്ങൾക്ക് ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ പറയും, ഞാനങ്ങ് വിശ്വസിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടു പോയത്, പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ വിശ്വാസം പള്ളിയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, കുടുംബ പ്രാർത്ഥനയിൽ നിന്ന്, ആത്മീയരുടെ ഇടയിൽ നിന്ന് ഒക്കെ വഴി ഇറങ്ങി, പടിയിറങ്ങി മറ്റു പല മേഖലകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ കാവൽ ഭടന്മാരായ
അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ സംരക്ഷകരായ വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മൾ വിശ്വാസത്തിൽ എത്രമാത്രം നമുക്ക് ഉയരാനായിട്ട് സാധിക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളെ കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ലോകത്തെ കീഴ്മേൽ മറിച്ചതായ ശിഷ്യന്മാരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ച് ധ്യാനിക്കുന്നതായ അനേക കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഗിരിശൃംഗങ്ങൾ കീഴടക്കുന്ന വ്യക്തികളെ നമ്മൾ കാണും. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, പ്രവാചകനാണ് ഏലിയാവ് എന്ന പ്രവാചകൻ. ഈ ഭാഗത്ത് നമ്മൾ വായിച്ച ഏലിയാവ് കർമ്മേലിൽ അത് വിശ്വാസത്തിൻ്റെ ഒരു ഉയർന്ന കൊടുമുടിയായി അതിനെ കീഴടക്കുന്ന സന്ദർഭമാണ്. 18-ാം അധ്യായം, 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടെ വായിച്ച് മനസ്സിലാക്കുന്നു. ഒത്തിരി ആമുഖങ്ങളില്ല എങ്കിലും ഈ ഒരു പഴയ നിയമ ഭാഗമായതുകൊണ്ട് ഞാൻ 1-2 ചെറിയ വാക്കുകളിലൂടെ ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് പ്രവേശിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം എന്നാണ് നമ്മൾ ഈ പുസ്തകത്തെ വായിക്കുമ്പോൾ പരിചയപ്പെടുത്തുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. വിവിധ രാജാക്കന്മാരുടെ കാലയളവിൽ ഈ ചരിത്രത്തിൽ ദൈവജനം അനുഭവിച്ച വിവിധ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുകയും അതിൽ ദൈവം ആ സമൂഹത്തെ ഒരു വിശ്വാസ സമൂഹമായിട്ട് രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്ന ചരിത്ര വഴികളെയും നിമിഷങ്ങളെയും ഒരിക്കലും മറക്കാനാവാത്ത ചില വ്യക്തിത്വങ്ങളെയും അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത്. ഇപ്പം രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ പുസ്തകവുമാണ്. അപ്പോൾ ഒരു 2 രാജ്യമായിട്ട് ദൈവത്തിൻ്റെ ജനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇസ്രയേൽ, യഹൂദ, ഈ 2 രാജ്യങ്ങൾ, ആ 2 രാജ്യങ്ങളിലും ആ ജനത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള രാജാക്കന്മാർ, ആ രാജാക്കന്മാരോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർ, അതോടൊപ്പം തന്നെ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ദൈവം നിയോഗമുള്ള പ്രവാചകന്മാർ, ഈ 3 കൂട്ടം ആളുകളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദൈവജനത്തിൻ്റെ വിശ്വാസ ജീവിത വളർച്ചയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഗതിവിഗതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇസ്രയേൽ രാജ്യത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ രാജാവാണ് ആഹാബ് രാജാവ്, ഭാര്യ ഇസബേൽ. നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ മാത്രം ഇപ്പോൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ രാജാക്കന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. കേൾക്കുമ്പോൾ നമുക്കറിയാം രാജാവാണ് ഉന്നതനായ ഒരാൾ, രാജ്യത്തിൻ്റെ അധിപൻ ആണ്. പുരോഹിതന്മാരെന്ന് പറയുന്നത് ഒരു പ്രത്യേക നിയോഗം, ആ ദൈവജനത്തെ വിശ്വാസ അനുഭവങ്ങളിലൂടെ ആത്മീയമായിട്ട് അവരെ നേർവഴിക്ക് നടത്തുന്ന ലീഡർഷിപ്പുള്ള ആളുകളാണ് പുരോഹിതന്മാർ. എന്നാൽ പ്രവാചകന്മാരെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഈ മത്തായിമുക്കിനോ വാളകത്തോ കോന്നിയിലോ ഒന്നും കാണുന്ന പ്രവാചകിമാരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി രാജാക്കന്മാരും പുരോഹിതന്മാരും അവരുടെ ദൗത്യത്തിൽ നിന്ന് എപ്പോഴെല്ലാം വഴിമാറിപ്പോകുന്നുണ്ടോ, വ്യതിചലിച്ചു പോകുന്നുണ്ടോ, അപ്പോഴൊക്കെ രാജാവിൻ്റെ മുഖത്ത് നോക്കിയും പുരോഹിതൻ്റെ മുഖത്ത് നോക്കിയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ്, നീതിയിലേക്ക് മടങ്ങി വരണം, അധാർമികമായ വഴിയിലേക്കാണ് ജനത്തെ നയിക്കുന്നത്, ധാർമ്മിക വഴിയിലേക്ക് മടങ്ങി വരണമെന്ന് വളരെ ആഴമായി ആവേശത്തോടെ അവരോട് പഠിപ്പിക്കുന്ന, അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകളാണ് പ്രവാചകൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാരെ പറ്റിയുള്ള കൺസെപ്റ്റ് അല്ല. രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും ജീവിതത്തിൽ അവരുടെ പാളം തെറ്റുമ്പോൾ, ഡിറെയിൽമെൻ്റ് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവരെ ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ച, ദൈവം അരുളപ്പാടുകൾ നൽകി അയച്ചിരിക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ. അപ്പോൾ നമ്മൾ വായിച്ചു വരുന്ന ഈ ഇസ്രയേലിൽ 2 പ്രവാചകന്മാരുടെ പ്രധാന ശുശ്രൂഷകളാണുള്ളത്. ഒന്ന് ഏലിയാവും, ഒന്ന് എലീശായും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരുന്നാൽ മതി. അപ്പോൾ ഈ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ രാജാഭരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത വളരെ പ്രഗത്ഭനായ രാജാവാണ് ആഹാബ് രാജാവ്. അനിഷ്ടം ചെയ്തു, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ അനിഷ്ടം ചെയ്തു. അത് പല രാജാക്കന്മാർ ചെയ്തിട്ടുണ്ട്. എന്നാൽ 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, 16-30 ഉണ്ട്. എന്നാൽ സാധാരണ രാജാക്കന്മാർ അനിഷ്ടം ചെയ്തതിൻ്റെ
ഇരട്ടി ഡബിൾ ചെയ്ത ആളാണ് ആഹാബ്. കാരണം അദ്ദേഹത്തിന് ലഭിച്ച ഭാര്യ എന്ന് പറയുന്നത് ഇസബേല് അശേര പ്രതിഷ്ഠയും ദേവാലയവും അല്ലെങ്കിൽ ആ ദേവാലയ ടെമ്പിളിന് പ്രാധാന്യം കൊടുക്കുന്ന, യഹോവയായ ദൈവത്തെ വിട്ട് പുതിയ ഒരു ദൈവത്തെ, ബാൽ ദൈവത്തെ ആരാധിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഭർത്താവ് നിൽക്കുമ്പോൾ അത് പോരാച്ചായ അശേര ദൈവത്തെ കൂടെ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും ദേശത്തു നിന്ന് കൊണ്ടുവന്ന ഒരു അഡീഷണൽ ദൈവത്തെ കൂടെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ബാൽ അശേര പ്രതിഷ്ഠകളുടെ മുമ്പിൽ, ദൈവങ്ങളുടെ മുമ്പിൽ ജനത്തെ മുട്ടുകുത്തിച്ച രണ്ടുപേരാണ്. അതുകൊണ്ട് സാധാരണ രാജാക്കന്മാർ അനിഷ്ടം ചെയ്യുന്നതിൽ നിന്ന് ഇരട്ടി അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത വളരെയധികം ദൈവസന്നിധിയിൽ നിന്നും, സത്യ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് ബഹുദൈവ അനുബന്ധ നാട്ടുവിശ്വാസത്തിലേക്ക് ഒക്കെ വഴിമാറിപ്പോയ ഒരു സന്ദർഭമാണ് ഈ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കാലം. ആ കാലഘട്ടത്തിൽ ആണ് ഇവിടെ ഈ ഏലിയാവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ദൈവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ഈ രണ്ട് ദൈവങ്ങൾ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ദൈവം ബാല്, മഴയുടെ ദൈവം, അശേര മഞ്ഞിൻ്റെ ദൈവം. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇടിമുഴക്കം പോലെയാണ് ഏലിയാവ് രംഗപ്രവേശം ചെയ്യുന്നത്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ വരുന്നുവെന്ന് പറയാനോ അല്ലെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും സ്റ്റേജിലില്ലാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഏലിയാവ് രംഗപ്രവേശം ചെയ്യുകയാണ്. നമ്മൾ 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റ വാചകത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇടിമുഴക്കം പോലെ ആണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. വന്നതിന് ശേഷം മറ്റു മുഖവുരയൊന്നുമില്ലാതെ ഒരൊറ്റ പ്രഖ്യാപനമാണ്, എൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല. 3.5 വർഷം കർഫ്യൂ പ്രഖ്യാപിച്ചതുപോലെ, 144 പ്രഖ്യാപിച്ചതുപോലെ, അടിയന്തരാവസ്ഥ ഉള്ളതുപോലെ, ക്വാറന്റൈൻ നമ്മൾ അനുഭവിച്ചതുപോലെ ജനത്തെയും രാജ്യത്തെയും സ്തബ്ധരാക്കി ചലനമറ്റ് നിർത്തിച്ച ഒരൊറ്റ വാക്കുകൊണ്ട് ഈ ദേശത്തെ മുഴുവൻ വിരൽത്തുമ്പിൽ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ വാതിലടപ്പിച്ച ആളാണ് ഈ ഏലിയാവ്. വളരെ പരുപരുത്ത ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ, നേരിടാനായിട്ട് വളരെ പ്രയാസമുള്ള ആളാണ്. ആ അദ്ദേഹമാണ് ഏലിയാവ് വന്ന് സംസാരിക്കുന്നു. കഴുത്തു പോയാലും ജീവൻ പോയാലും എൻ്റെ ദൈവം നിലനിൽക്കണം, എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, ദൈവത്തിൽ നിന്ന്, ഏകദൈവത്തിൽ നിന്നും ബഹുദൈവ വിശ്വാസത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടിരിക്കുന്ന ബാൽ അശേര പ്രതിഷ്ഠകളുടെ മുമ്പിൽ വണങ്ങുന്ന ബഹുദൈവ വിശ്വാസികളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ നല്ല തീർച്ചയുള്ള തീരുമാനത്തോടും മൂർച്ചയുള്ള ഭാഷയോടും കൂടെ അതിശക്തമായിട്ട് രാജാവിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്ന് പ്രഖ്യാപനം നടത്തിയ ആളാണ് ഏലിയാവ്. പ്രവാചകന്മാരെ പറ്റി പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഈ പ്രവാചകന്മാരാരും കട്ടിലിൽ കിടന്ന് മരിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മളാരും പ്രവാചകരെ ആകാത്തത്. ഒന്നുകിൽ അവരെ ദൈവം റാഞ്ചിയെടുക്കും, അല്ലെങ്കിൽ അവർ ധീരരായി കൊല്ലപ്പെടും. ഇവിടെ നമ്മൾ ഏലിയാവിനെ പിന്നെ കാണുന്നുണ്ട്, ഇടിമുഴക്കം പോലാണ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെയാണ് അഗ്നിരഥത്തിൽ അദ്ദേഹം തിരിച്ചു പോകുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ സുഖവാസമോ, കട്ടിലിൽ കിടന്ന് മരിക്കാമോ, അല്ലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന് ഭംഗിയായിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മരിക്കാമോ, ഇതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല വരുന്നത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അത് വെളിപ്പെടുത്തുകയും തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങുകയും ചെയ്യുന്ന ഏലിയാവിനെയാണ് കാണുന്നത്. ഇതൊരു ആമുഖമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർമ്മേലിൽ ഒരു സമ്മേളനം ഈ ഏലിയാവ് വിളിച്ചുകൂട്ടി. ആ വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ ഏലിയാവ് ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു. അതൊരു കൽപ്പന പോലെ ആണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കർമ്മേലിൽ നടക്കുന്ന ഒരു യാഗം, ആ യാഗത്തിൽ
തീ ഇറങ്ങാതിരിക്കുന്ന വേദികളും തീ ഇറങ്ങുന്ന വേദിയും, അതിനുശേഷം പ്രാർത്ഥനയോടുകൂടെ കാത്തിരുന്ന് 3.5 വർഷമായി മഞ്ഞോ മഴയോ ഇല്ലാത്ത ആ ഇസ്രയേലിൽ മേഘമുരുണ്ട് ഒരു കൈമേഘം കണ്ട് അത് കാർമേഘമായിട്ടുയർന്നു വലിയ മഴ പെയ്ത് ദേശത്തിന് അനുഗ്രഹം ആയിത്തീരുന്ന അനുഭവമാണ്. 3 ചെറിയ ചിന്തകൾ ഈ പുതുവർഷത്തോടുള്ള ബന്ധത്തിൽ. വിശ്വാസം എന്ന അടിസ്ഥാന വിഷയത്തെ മാത്രം ഉള്ളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 1, വെല്ലുവിളി ഉയർത്തുന്ന വിശ്വാസം. ചലഞ്ചിങ് ഫെയ്ത്ത്, വെല്ലുവിളിക്കുന്ന വിശ്വാസം. നമ്മളിന്ന് പല പല വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ നേരിടുന്നതായ പല വെല്ലുവിളികളുണ്ട്. അങ്ങനെയൊന്നുള്ള ഒരു രാഷ്ട്രീയമാനമുള്ള വെല്ലുവിളികളൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചെറിയ ചെറിയ വെല്ലുവിളികൾ പറയാം. ഇപ്പോൾ പള്ളികളിലൊക്കെ നമ്മൾ കാണുന്ന പല ചലഞ്ചിനകത്തെ ഒരു ചലഞ്ചാണ് ബിരിയാണി ചലഞ്ച്. ഇൻ്റർനാഷണൽ പേരാണ് ഇട്ടിരിക്കുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ബിരിയാണി വിൽക്കുന്നു, അതിന് നേരത്തെ കൂപ്പൺ കൊടുക്കുന്നു. നമ്മൾ ആളുകൾക്കെല്ലാം ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു 50,000 രൂപ ലാഭം കിട്ടുന്നു. പള്ളിക്ക് ഒരു ഡോറിനുള്ള കാശ് കിട്ടി, അല്ല എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മളൊരു ഫണ്ട് റൈസിങ് പ്രോഗ്രാമായിട്ട്. പക്ഷേ ഇടുന്ന പേരെന്ന് പറയുന്നത് ബിരിയാണി ചലഞ്ച്. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കപ്പ ബിരിയാണിയും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചലഞ്ച് ബിരിയാണി മാത്രം നമ്മൾ അടുത്ത കാലത്താണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ചലഞ്ച് എന്ന് പറയുന്നത് പണ്ട് ആളുകൾക്ക് ജീവിക്കുവാനുള്ള പ്രാരാബ്ദങ്ങളും ജീവിതം ഒരു വലിയ വെല്ലുവിളിയായിട്ട് കണ്ട് അതിനെ അഭിമുഖീകരിക്കുന്നതായ ആളുകളെയൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ വെല്ലുവിളികളായിട്ട് സ്വീകരിച്ച് വെല്ലുവിളി എന്താണ്, ചലഞ്ച് എന്താണ് എന്നുള്ളത് നമുക്ക് പരിചിതമായ ഒരു ഭാഷയായിട്ട് തീർന്നിരിക്കുമ്പോൾ, പണ്ട് പുരാതനമായി നമ്മൾ പഠിച്ച മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം, ഫെയ്ത്ത് ഇൻ ഗോഡ്, ആ ഫെയ്ത്ത് ചലഞ്ച് 2025-ൽ 2026 പ്രവേശിക്കുമ്പോൾ വിശ്വാസത്തെ നമുക്കൊരു ചലഞ്ചായി, ഒരു വെല്ലുവിളിയായി നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷെങ്കിൽ ഒരു പന്തയം കിട്ടുന്നത് പോലെ ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ എൻ്റെ ദൈവമായ യഹോവയാണ് ഈ ഭൂമിയിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഒരു തീർപ്പ് കൽപ്പിച്ച് നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ആ തീർപ്പ് കൽപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ആഹാബും കൂട്ടരുമൊക്കെ ഇത് പറഞ്ഞതിന് ശേഷം ഏലിയാവ് പോയി. പ്രാണരക്ഷാർത്ഥം പോയതൊന്നുമല്ല. ദൈവത്തോട് പറഞ്ഞു, ഇനിയിപ്പോൾ മഞ്ഞും മഴയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രസംഗിച്ച ഏലിയാവ് ജയിക്കുന്നത്? അന്നേരം പറഞ്ഞു, നീ അങ്ങോട്ട് കരീത്ത് തോട്ടിനോട്ട് പോവുക, അവിടുത്തേത് തീരുന്ന സമയത്ത് സാരാഭാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് പോവുക. അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, കഥയൊന്നും പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് ആളയച്ച് ഇവനെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചത്തുപോകും. അതുകൊണ്ട് അന്വേഷിച്ച് പോയി. അന്നേരം പറഞ്ഞു, നീ നിമിത്തം ഇവിടുത്തെ ജനം കഷ്ടത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഞാൻ നിമിത്തമല്ല ഈ ജനം ഇവിടെ കഷ്ടപ്പെടുന്നത്, നിന്റെ രാജാവ് നിമിത്തം, ആഹാബ് നിമിത്തമാണ് കഷ്ടപ്പെടുന്നത്. 18-ാം അധ്യായത്തിൽ ഞാൻ ഈ വായിക്കാൻ പോകുന്ന വാക്യത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചലഞ്ചാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. അങ്ങനെ ആഹാബ്, 20-ാം വാക്യം, ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമ്മേലിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. തൊട്ട് മുകളിലുണ്ട് 450 ബാലിൻ്റെ പ്രവാചകന്മാരും ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരും. അപ്പോൾ രാജാവിൻ്റെ കീഴിൽ ഈ ബാൽ ദേവനെ ആരാധിക്കുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന 450 പ്രവാചകന്മാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അഡീഷണലായിട്ട് ഇസബേലിനെ കല്യാണം കഴിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അശേര ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ 400 പേര് ഉണ്ട്. അവരെപ്പറ്റി പറയുന്നത് ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്നു. ശാപ്പാട് മാത്രം കഴിക്കുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും 450 400 950 കണക്ക് കൂട്ടാൻ വേണ്ടി പറയുകയാണ്. 1000-ഓളം പ്രവാചകന്മാരെയും അതിൻ്റെ വിശ്വാസ ജനത്തെയും എല്ലാം വിളിച്ചു കൂട്ടി. അപ്പോൾ നമ്മുടെ ഒരു ഭദ്രാസന കൺവെൻഷൻ്റെ മുകളിൽ പോകുന്ന ആൾക്കൂട്ടമാണ് എന്നോർത്തോണം. അത് മുഴുവൻ 1000-ഓളം പ്രവാചകന്മാരാണ് അവിടെ നിൽക്കുന്നത്, ശക്തരായ. അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്ന കാര്യമാണ്,
ആ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തുക. ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? എന്നിട്ട് തീരുന്നില്ല, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം ഒന്നും ഉത്തരം പറഞ്ഞില്ല. ഒരു വലിയ ചലഞ്ച്. യഹോവ ദൈവമാണെങ്കിൽ ആ ദൈവത്തെ അനുഗമിക്കുക, ബാലാണ് ദൈവമെങ്കിൽ ആ ബാലിനെ അനുഗമിക്കുക. 2 തോണിയിൽ കാൽ വെച്ച് പോകരുത്. നമ്മളൊരു നാടൻ ചൊല്ലുപോലെ തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വാചകം ആണ്. നമ്മൾ ഏത് വിശ്വാസത്തിൽ നിൽക്കുന്നുവോ ആ വിശ്വാസത്തെ 100% ഉൾക്കൊണ്ട് അതിനുവേണ്ടി വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും നമുക്ക് വഴിമാറിപ്പോകരുത്. മറ്റു പല വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുവാനും നമുക്കിടയായി തീരരുത്. നമ്മൾ ഈ ചില ടി വിയിലൊക്കെ ചില പ്രോഗ്രാം കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ എല്ലാത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഡീൽ ഓർ നോ ഡീൽ കേട്ടിട്ടുണ്ടോ? മത്തായിമുക്കിനൊന്നും അതില്ലായിരിക്കും, സോറി. ഡീൽ ഓർ നോ ഡീൽ. ഇപ്പോൾ ഏലിയാവ് ഒരു വലിയ ഡീലിൻ്റെ അടുത്ത് വന്ന് ഒരു പന്തയം വെക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, യഹോവയാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക, ബാലാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക. ഏൽ ഓർ ബാൽ, ഡീൽ ഓർ നോ ഡീൽ. ഒന്നിയിൽ ഏൽ യഹോവ, അല്ലെങ്കിൽ ബാൽ ഈ അദൈവം ആണ് ദൈവം. ഇതിലെവിടെ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കുവാനായി പറയുക. ജനം വളരെ മിടുക്കരാണ്. ജനം ദൈവത്തിൻ്റെ കൃപയാൽ ഒരക്ഷരം പോലും പറഞ്ഞു. ഇത് നമുക്ക് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇന്ന് നമ്മുടെ സഭയ്ക്കും ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സഭയുടെ ഒരു ദോഷം ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നതാണെന്നാണ് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്. അത് ഒരു ദോഷവും അല്ല. കുറച്ച് നേരം അലച്ചതിന് ശേഷം ഒരു തൊണ്ടയ്ക്ക് വേദന വരുന്ന സമയത്ത് അവരല നിർത്തിക്കോളും. ഏറ്റവും വലിയ സങ്കടം, നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം കിട്ടാതിരിക്കുന്നതാണ്. തെറ്റായ ഉത്തരമോ വിഷമിപ്പിക്കുന്ന ഉത്തരത്തെക്കാട്ടിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം ഒരു മറുപടിയും പറയാതിരിക്കുക. ഭാര്യാഭർത്തൃബന്ധങ്ങളിലൊക്കെയാണ് നമുക്കറിയാം, ചിലപ്പോൾ എത്ര വിളിച്ചാലും തൊട്ടപ്പുറത്തിരുന്നാലും ഒന്ന് മൂളുക പോലും ചെയ്യത്തില്ല. അപ്പോൾ അമ്മാവ് വന്ന് പറയും, ഇത്രയും കീഴിലിരുന്ന് ഞങ്ങൾ വെടി പൊട്ടിച്ചിട്ടും കേട്ടില്ലേ? അതും കേട്ടില്ല. പുള്ളി ബുദ്ധിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിനെല്ലാം മറുപടി പറയാൻ പോയാൽ അധികം കാലം മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും വിഷമമാണ്, ഒരു കാര്യം ചോദിച്ചാൽ അതിൻ്റെ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ. ഈ ജനം വളരെ മിടുക്കരാണ്. വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ ഒന്നിയിൽ യേസ് പറയണം, നോ പറയണം, വല്ല 2 തോണി വിട്ടിട്ട് ഒരു തോണിയിലേക്ക് കയറണം. അവർ മിടുക്കരാണ്. ഇനി ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് കുഴപ്പമൊന്നും ഉണ്ടാകണ്ട. നമ്മൾ ഈ ആരാധനയിൽ, ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ ആരാധന, നിങ്ങളുടെ പങ്കാളിത്തം, നിങ്ങൾ പാടുന്നത്, സ്തോത്രം പറയുന്നതൊക്കെ കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ നോക്കി നിൽക്കും. അച്ഛൻ തന്നെ നല്ലതായിട്ടാണോ പ്രതിവാക്യം പറയുന്നത് എന്നുള്ളത്. ഞങ്ങൾ ഈ വിവാഹ ശുശ്രൂഷയിലൊക്കെ ഈ വീട്ടിൽ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ കൗമാക്കെ ചൊല്ലി നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് ഒരുങ്ങി പോകുന്നത്. അവിടെ ചെന്ന് പിതാവിനും പുത്രനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട പോകുന്നതല്ലാതെ അവരെല്ലാം അപ്പോഴത്തേക്ക് ക്യാമറക്കാരനെ നോക്കി ഇങ്ങോട്ടൊക്കെ പിടിച്ച് ഇടുക, അവരെ ഇങ്ങോട്ട് നേരെ നിർത്തുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ക്യാമറക്കാരും അവരെ സഹായിക്കും. നിങ്ങളത് ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പറയും. പ്രതിവാക്യമില്ല. പ്രതിവാക്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റെസ്പോൺസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഒരു സംഗതിയാണ് നമ്മളിവിടെ കാണുന്നത്. ജനത്തോടൊരു കാര്യം അതിശക്തമായിട്ട് ഏലിയാവ് ഒരു ഡീൽ വെക്കുകയാണ്. ഏൽ ഓർ ബാൽ, യഹോവ അല്ലെങ്കിൽ ബാൽ, എവിടെയാണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും ഉത്തരം പറഞ്ഞില്ല. പക്ഷെങ്കിൽ ഏലിയാവ് വിട്ടില്ല, അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചു. പിന്നീട് നമ്മൾ വായിക്കുന്ന വാക്യങ്ങളിൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഈ ഏലിയാവിനെ നോക്കുമ്പോൾ ഏലിയാവിന് ഇത്ര ശക്തി എവിടുന്ന് കിട്ടി? ആരാണ് പിന്നിലുള്ളത്? ആരും പിന്നിലില്ല. വാക്യത്തിൽ നോക്കിയാൽ നമുക്കറിയാം, ഈ ആഹാബ് അല്ലെങ്കിൽ പ്രവാചകന്മാർ, അവരുടെ ആ ഒരു സൈഡിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു. 450 അധികം 400 950, ഏകദേശം 1000-ഓളം ഗജവീരന്മാരായ പ്രവാചകന്മാരും അതിൻ്റെ ജനവുമാണ് നിൽക്കുന്നത്.
ഇവിടെ ഏലിയാവിൻ്റെ കൂടെയുള്ളവരുടെ കാര്യം താഴോട്ട് നമുക്ക് ഈ മത്തായിമുക്കിന് പറയുമ്പോൾ വാക്യം വായിക്കണം എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാൻ വായിക്കുകയാണ്. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, വാക്യം കാണുന്നുണ്ടോ? 22-ാം വാക്യം, 18-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി, വായിച്ചു, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ, ബാലിൻ്റെ പ്രവാചകന്മാരോ 450 ഉണ്ട്. അത് ബാലെ പറഞ്ഞുള്ളൂ, അശേര പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര പേരുണ്ട് ഏലിയാവിൻ്റെ കൂടെ എന്ന് ചോദിച്ചാൽ, ഏലിയാവിൻ്റെ കൂടെ ഏലിയാവ് മാത്രം എന്ന് ചിന്തിക്കരുത്, ഏലിയാവ് പ്ലസ് ദൈവം. പ്രിയമുള്ളവരെ, ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ഭൂരിപക്ഷം എന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടെ ഇത്രയും വിശ്വാസികളുണ്ട്, എൻ്റെ കൂട്ടായ്മയിൽ ഇത്ര പേര് വരുന്നു, ഞാൻ വിരൽ ഞൊടിക്കുമ്പോൾ ഇത്രയും ആളുകൾ എനിക്ക് വേണ്ടി മരിക്കാനായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുന്നു എന്നൊന്നും കണ്ട് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദൈവ പൈതലിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആ ദൈവ പൈതൽ പ്ലസ് ദൈവമാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അദ്ദേഹം ഈ ലോകത്തിൽ ആകമാനമായ നവീകരണത്തിന് നേതൃത്വം നൽകിയതായ ആളാണ്. അതിൻ്റെയൊക്കെ ഒരു വലിയ ദർശനമാണ് മാർത്തോമാ സഭയിലെ നവീകരണത്തിന് ഒരു ബീജാഭാവമായിട്ട് തീർന്നത്. അപ്പോൾ പറയുകയാണ്, ദൈവത്തോടു കൂടെയുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ ബലം. ദൈവത്തോടു കൂടെയുള്ള ഒരു മനുഷ്യൻ. നിങ്ങൾ വിചാരിക്കുക ആരും ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും നിങ്ങളുടെ കൂടെ ദൈവം 2026 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചു വിരിച്ച് തല ഉയർത്തിക്കൊണ്ട് പറയാം, എൻ്റെ കൂടെ ദൈവമുണ്ട്. ആരും ആയിരക്കണക്കിന് പ്രവാചകന്മാരും ഭക്തജനങ്ങളുടെയും സംഘമില്ല എങ്കിലും മൈസെൽഫ് പ്ലസ് ഗോഡ്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വളരെ സാരമായ അല്ലെങ്കിൽ ലളിതമായ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരുപാട് പേര് അണികൾ ഉണ്ടാകാം, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടോ? ദൈവമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരായിട്ട് തീരും. 2 തോണി എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വലിയ പ്രയാസമാണ്. എന്നാൽ ഞാൻ ഈ തോണിയിൽ 2 ആളുകൾ പോകുന്ന കണ്ടിട്ടില്ല. അത് വലിയ പ്രയാസമാണെന്നറിയാം. അതെന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ലിജോച്ചനോട് ചോദിച്ചാൽ അച്ഛൻ നല്ല കൃത്യമായിട്ട് അത് പറയാതെ എങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് കിട്ടുന്നതെന്നുള്ളത്. എന്നാൽ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുള്ള ചില അഭ്യാസങ്ങൾ എന്ന് പറയുന്നത്, ഒരു സൈക്കിളിൽ ഒരാൾ ചവിട്ടും, പണ്ടത്തെ ആണ് ഈ പറയുന്നത്. ആ ചവിട്ടുന്നയാൾ തന്നെ കാലെടുത്ത് മറ്റേ സൈക്കിളിൻ്റെ പുറകിലോട്ട് ചവിട്ടിക്കും. അപ്പോൾ ഒരാൾ ചവിട്ടിയാൽ മതി, മറ്റേ ആൾ அதை പിടിച്ചുകൊണ്ട് ഇരുന്നാൽ മതി, ഉരുണ്ടുരുണ്ട് പോകും. സ്കൂട്ടർ കേടായാൽ 2 സ്കൂട്ടർ ഒന്നിച്ച് കൊണ്ടുവന്ന് കാണാം. ഒന്നിന് പെട്രോളില്ല, പക്ഷെങ്കിൽ മറ്റേ ഓടിക്കുന്നയാളിൻ്റെ ഒരു കാല് മറ്റേതിൻ്റെ പിൻഭാഗത്ത് ചവിട്ടും, അതുകൂടെ പോവും. അങ്ങനെ വളരെ അപകടസന്ധിയിൽ നമുക്ക് ചിലപ്പോൾ 2 എണ്ണത്തെ കൂടെ കാല് വെച്ച് ഫിറ്റ് ചെയ്ത് പോകേണ്ടി വരും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് നമ്മളൊരു വലിയ ക്രൈസിസിൽ പോകുമ്പോൾ, നമ്മൾ പറയുമല്ല, കച്ചിത്തുരുമ്പ് പോലെ എൻ്റെ കാലൂടൊന്ന് കൊടുത്താൽ അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കും, സഹായിക്കാൻ സാധിക്കുന്ന അതിസാഹസികമായ, അത് നല്ല ബാലൻസ് ഉള്ള ആളുകളെ കൊണ്ടേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനിടയിൽ കൂടെ വേറൊരെണ്ണം വന്ന് ഇടിച്ച് കയറും, 2ഉം കൂടെ റോഡിൽ മറിഞ്ഞ് വീഴാൻ അത് ധാരാളം മതി. അപ്പോൾ ഈ ബാലൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. നമുക്ക് ദൈവത്തെ കൂടെ നിർത്താൻ സാധിക്കുമോ ഈ 2026? നിങ്ങളുടെ കൂടെ ആരെല്ലാം ഉണ്ട് അത് നമ്മുടെ വിഷയമല്ല. ദൈവത്തെ എങ്ങനെ കൂടെ നിർത്താനായിട്ട് സാധിക്കും? ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കഥ വായിച്ചിട്ടുള്ളത് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ രാജാവ് എല്ലാ പ്രജകളെയും, രാജാവ് ആളുകളെ വിളിക്കുന്ന പ്രജകളെന്നാണല്ലോ, ജനത്തെ മുഴുവനും കൊട്ടാരത്തിലോട്ട് വിളിച്ചു. വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാം. അപ്പോൾ ആ വർഷത്തിൽ അദ്ദേഹം വിളിച്ചപ്പോൾ ഒരു പ്രത്യേക ഓഫർ, നമ്മുടെ ഈ ഓഫറുകളുടെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് ചിങ്ങമാസമായാലും കർക്കിടക മാസമായാലും ഓഫർ നമുക്കെപ്പോഴും സന്തോഷമുള്ള ഒരു കാലം ആണ്. അപ്പോൾ രാജാവ് എല്ലാവരെയും വിളിച്ചതിന് ശേഷം ഒരു ഓഫർ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. സാധാരണ അങ്ങനെ ഉൾപ്രവേശനം ഇല്ല. കയറിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് തൊടാം, അത് നിങ്ങൾക്കാണ്. ഓ സ്തോത്രം! അവർക്ക് വലിയ സന്തോഷം. രാജകൊട്ടാരത്തിലാണ് ഏറ്റവും വിലപിടിപ്പുള്ള ആനക്കൊമ്പിരിക്കുന്നത്, സ്വർണ്ണപാത്രങ്ങളിരിക്കുന്നത്, വെള്ളിപ്പാത്രങ്ങളിരിക്കുന്നതിന് ലിസ്റ്റൊന്നും ഞാൻ പറയുന്നില്ല. ആളുകൾ കേട്ട വെപ്രാളത്തിൽ നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഏതേ തൊടാമോ ഒക്കുമോ അതനുസരിച്ചുള്ള അവരോടി ഓടി തൊട്ടതെല്ലാം അവർ കൈവശമാക്കി നിൽക്കുക. ഒരു കുഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഒന്നും തൊടാനില്ല, മിക്കവാറും എല്ലാം എൻഗേജായി.
ആ കുഞ്ഞ് വന്ന് രാജാവിനെ തൊട്ടു. രാജാവ് പറഞ്ഞു, രാജാവിനെ തൊട്ട ഈ മകൻ ഈ രാജ്യവും കൊട്ടാരവും മുഴുവനും ആ കുഞ്ഞിനാണ്. നമ്മൾ ബാക്കി തൊട്ടവരെല്ലാം വിട്ടേക്കാൻ പറഞ്ഞു. അതായത് എവിടെ തൊടണം, ആരെ തൊടണം. രാജകൊട്ടാരത്തിലെ സാധനങ്ങളെ തൊട്ടു നിൽക്കുന്നതായ ആളുകൾക്ക് സാധനങ്ങളെ കൈപ്പറ്റാൻ നോക്കി. എന്നാൽ കുഞ്ഞ് അവൻ രാജാവിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ രാജാവ് പറഞ്ഞു, എൻ്റെ രാജ്യത്തെ തൊട്ടതിന് തുല്യമാണ് ഈ കൊട്ടാരവും രാജ്യവും ഈ കുഞ്ഞിന് വേണ്ടി കൊടുക്കും. നമ്മളൊക്കെ ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് തൊട്ട് പുരട്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ്. അത്രയും പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും അല്ലയോ? നമുക്ക് ഒരുപാട് കാര്യമൊന്നും വേണ്ട, ആഴത്തിലേക്ക് പോകേണ്ടതൊന്നും വേണ്ട. നമുക്ക് അന്നേരമുള്ള ചെറിയ പീസുകളെ തൊട്ട് അത്തരത്തേക്കുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച പ്രാർത്ഥിച്ചിറങ്ങണം, അതിനുവേണ്ടി എവിടാ തൊടേണ്ടത് അത് നമ്മൾ തൊടും. നമ്മൾ വീടിൻ്റെ കൂതാശയുണ്ട്, അതിനെവിടാ തൊടേണ്ടത് ആ ഭാഗത്ത് നമ്മൾ തൊടും. പരീക്ഷയ്ക്ക് പോകേണ്ട സമയത്ത് എവിടെയാണ് തൊടേണ്ടത്, അങ്ങനെ അത്യാവശ്യമുള്ള മേഖലകളിലെല്ലാം തൊട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ തൊടേണ്ട ദൈവത്തെ നമ്മൾ തൊടുന്നില്ല. ഏലിയാവ് പറയുന്നത്, യു ഹാവ് ടു ടച്ച് യഹ്വേ. ദൈവത്തെ തൊടുക. ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ നീ എല്ലാറ്റിനെയും തൊട്ടതിന് തുല്യമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കൊടുമുടി എന്ന് പറയുന്നത് സത്യ ദൈവത്തെ നമുക്ക് കാണാനും സ്പർശിക്കാനും സാധിക്കും. ഞാനിനി അതിൻ്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞ ആ ഭാഗത്തുനിന്ന് വിടുകയാണ്. പിന്നെ 2 കാര്യങ്ങളുടെ എളുപ്പത്തിൽ പറഞ്ഞ് നിർത്താം. നമ്മളിന്നെല്ലാം വിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്. ആ വിശ്വാസത്തിന് യാതൊരു കുറവും നമുക്ക് ഈ 2026 വരികയില്ല. എന്നാൽ ഈ 2ാം തോണി എന്ന് പറയുന്നത് ദൈവം കഴിഞ്ഞുള്ള മറ്റു തോണികളുടെ എണ്ണം ചിലപ്പോൾ നമ്മളോട് ചോദിച്ചാൽ പറയും, എൻ്റെ അച്ഛൻ അന്നത്തെ കാലത്ത് 2 തോണിയല്ല ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 20, 25, 200 തോണികൾ ഉണ്ട്. ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കണം. യഹോവയായ ദൈവം സത്യദൈവം എന്ന് വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ജനത്തെ വിട്ടുകൊണ്ട് വരുമ്പോൾ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിട്ടുതരിക. വേറെ ഒരു പർപ്പസും ഇല്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള വിടുതലിൻ്റെ യാത്രയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്ക് ഉണ്ടാകുന്നത് വിശ്വാസത്തിൻ്റെ ശരിയായ സഞ്ചാരത്തേക്കാൾ, ശരിയായ മലകയറ്റത്തേക്കാൾ വിശ്വാസത്തിൻ്റെ അബദ്ധസഞ്ചാരങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്ക് പറയുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വിശ്വാസത്തിൻ്റെ പല വഴികൾ, ഊടുവഴികൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ബഹുദൈവ വിശ്വാസം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല. പക്ഷേ അനുബന്ധ വിശ്വാസങ്ങൾ, അനുബന്ധ ദൈവ വിശ്വാസങ്ങൾ, ഓരോ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വാസ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ചേർന്ന് നിൽക്കും. ചില ആളുകൾക്ക് ചില ദിവസങ്ങൾ പ്രാധാന്യമുള്ളതാണ്. വാരഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർക്ക് കന്യാകോൺ പ്രധാനപ്പെട്ട കാര്യം ആണ്. പണ്ടൊക്കെ വീടിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാനിത് കേട്ടിട്ടുള്ളൂ. വായുസഞ്ചാരവും കാര്യവും ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ വേണ്ടത് തച്ചുശാസ്ത്രത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ശരി തന്നെയാണ്. എന്നാൽ ടോയ്ലറ്റിൻ്റെ സ്ഥാനവും കന്യാകോണും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. പരിചയമുള്ള ഒരു ബാത്റൂമിൽ ചെന്ന് കയറാമെന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ കയറിയപ്പോൾ ഇരുന്നത് പോലല്ല കമോഡിപ്പോൾ ഇരിക്കുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ സ്ഥാനം ശരിയായിട്ടുള്ള ദിശയിലേക്ക് അല്ല. കാര്യം സാധിക്കാനിരിക്കുന്നതിനും ദിശ നോക്കി ഇരിക്കണം. പറയുന്നതിനകത്ത് വിഷമമുണ്ട്, ചിരിച്ചു തള്ളരുത്. നമുക്ക് അനുബന്ധ വിശ്വാസങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഏകദൈവ വിശ്വാസം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ബാഗിൽ കുറേയേറെ വിശ്വാസം ഇട്ടുകൊണ്ട് ഓരോ കാര്യത്തിനു വേണ്ടിയും പോകുന്ന ആളുകൾ ആണ് നമ്മൾ. ഈ പള്ളി വീട്ടിലെ പ്രാർത്ഥനകൾക്കൊക്കെ കാപ്പി കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേണമല്ലോ പറയാൻ. അപ്പോൾ പലയിടത്തും പല ഐറ്റങ്ങളാണ്. പക്ഷെ ചിലയിടത്ത് ചെന്നാൽ ചില പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഐറ്റത്തിന് വ്യത്യാസമില്ല. ഉണ്ണിയപ്പം മസ്റ്റാണ്, നെയ്യപ്പം അതിനകത്തുണ്ടായിരിക്കും.
മത്തായിമിക്കിന് പിടി കിട്ടുന്നുണ്ടോ ഇത്? ഇല്ല. നമുക്ക് ചില അനുബന്ധ വിശ്വാസങ്ങൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. വിവാഹത്തിന് സദ്യ ഒരുക്കുമ്പോൾ ഈ നസ്രാണി ക്രിസ്ത്യാനികൾക്കൊരു നല്ല പാറ്റേൺ ഉണ്ടായിരുന്നു ഈ മണ്ണിൽ. തൂശനില ഇടതുവശം മടക്കി അകത്തോട്ട് വെക്കണം, ഉപ്പങ്ങേ കോണിൽ വിളമ്പണം, കിണ്ടിക്കകത്ത് വെള്ളം ചിലർക്ക് കൊടുക്കണം, ചിലർക്ക് ഇരിക്കുന്ന ഭാഗത്ത് കുഷ്യന് അത് ഈ വെള്ളയും കരിമ്പുടവും ഇടണം. അതൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെയുള്ള പ്രത്യേക കലത്തിൽ ചോറ് വെച്ച് വേണം അച്ഛന്മാർക്ക് കൊടുക്കാൻ. ഇങ്ങനെ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയൊന്നും ചെയ്യരുത്. ഭയങ്കര ചിട്ടകളാണ്, അതിൻ്റെ ഓർഡറുണ്ട് വിളമ്പുന്നതിന്. കല്യാണത്തിന് വിളമ്പേണ്ട സദ്യ വിഭവങ്ങൾ, ബ്രെഡ്, സ്റ്റൂവ്, ചള്ളാസ്, മറ്റേത്, ഇതെല്ലാം ഒരു പ്രത്യേക പാറ്റേണാണ്. ഒടുവിൽ നമ്മളൊരു തിരുമ്മിപ്പിടിയൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ കഴിയുമ്പോൾ മാത്രമേ തീരത്തുള്ളൂ. ഓർമ്മയുണ്ടോ ഇത്? ഉണ്ട്. ഇപ്പോഴത്തെ കല്യാണത്തിന് പോയി നോക്കുക, അവനവിടെ ആ രംഗത്തെ ഇല്ല ഈ പറഞ്ഞ ഐറ്റം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തട്ടുദോശ, നമ്മൾ ഒരിക്കലും കല്യാണവേദിയിൽ കൊണ്ടുവരാത്ത കപ്പ വേവിച്ച് അതിനകത്ത് എല്ലിട്ട് ഇളക്കി കപ്പയെ എല്ലുകറി കൊണ്ടുവച്ചിരിക്കുകയാണ്. ബീഡിപ്പടക്കം പോലുള്ളതും ഓലപ്പടക്കം പോലുള്ള ചില സാധനങ്ങൾ കൊണ്ടുപോയി ആദ്യം വെച്ചിരിക്കുകയാണ്, ഇത് പറക്കി പറക്കി തിന്നാനായിട്ട്. പേര് സ്റ്റാർട്ടർ. പണ്ട് ഇത് സൂപ്പും കാര്യങ്ങളൊക്കെയാണ്. ചിരിച്ച് കളയല്ലേ ഈ കാര്യങ്ങളൊന്നും. അപ്പം മാറ്റാൻ ചില കാര്യങ്ങൾ. വിവാഹ സദ്യക്ക് ഈ മണ്ണിലെ നസ്രാണി ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന പാറ്റേണുകളെ ഇലയുമെടുത്ത് തോട്ടിക്കളഞ്ഞു. ഉപ്പുമില്ല, ഒന്നുമില്ല. ഇപ്പം അലുവായുമില്ല, ചള്ളാസുമില്ല, ഒന്നുമില്ല. എല്ലാം മാറി മറിഞ്ഞു വന്നിരിക്കുന്നു. പക്ഷെ ചില കാര്യം മാറ്റത്തില്ല. ഉണ്ണിയപ്പം വേണം വെച്ചാൽ നെയ്യപ്പമാണ് ഇന്ന് കൊടുക്കേണ്ടത്. Where is our faith? ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ, 2 തോണിക്ക് പകരം ഈ 2000 തോണികളിൽ സൗകര്യം പോലെ കാലുവെക്കുന്ന രീതി മാറണം. ഈ പുതിയ ദേവാലയത്തിൽ പറയുക, ഇവിടെ ഒരു ദൈവമേ ഉള്ളൂ, ബാൽ ഓർ ഏൽ ഇല്ല. ഏൽ യഹോവയായ ദൈവം, ആ ദൈവമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. ഒരനുബന്ധ ദൈവത്തിനും ഈ പള്ളിയിൽ ഞങ്ങളുടെ വിശ്വാസ ഹൃദയങ്ങളിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ചലഞ്ചോടുകൂടെ നിൽക്കാനായിട്ട് സാധിക്കണം. അവൻ ചലഞ്ച് ചെയ്തു നിൽക്കുന്ന സന്ദർഭം ആണ്. ഇത്രയും കാര്യങ്ങളെ ഇപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. ഒന്നാമത്തേത് ഞാൻ നിർത്തുകയാണ്. വിശ്വാസം അത് വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കും. ഒരുപാട് നക്കാപ്പിച്ച സഹായങ്ങൾ തരുന്ന വിശ്വാസം ആളുകൾ കൊണ്ടുവരും. മാമ ഇവിടെ കൂടെ ഒന്ന് വന്ന് നോക്ക്, അദ്ദേഹം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച് എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ? എന്നാൽ പിന്നെ അതുകൂടെ നമുക്ക് നോക്കാം. എവിടെയും വീഴുന്ന, എവിടെയും വണങ്ങുന്ന, എവിടെയും കിടന്നുരുളുന്ന രീതി മാറ്റണം. വെദർ യു വർഷിപ്പ് ഏൽ ഓർ ബാൽ. വിശ്വാസം അത് വെല്ലുവിളി ഉയർത്തുന്നതാണ്. ആ വെല്ലുവിളി അദ്ദേഹം ഉയർത്തി ശക്തമായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ വിഷയം തീ പിടിച്ച വിശ്വാസം. ആ പോയിന്റ് ഒന്നും കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്നു. വിശ്വാസത്തിന് തീ പിടിക്കുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്നത് ഈ തീ പിടിച്ച വിലയെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. എങ്ങനെ പ്രൈസ് വന്നെന്നുള്ളത് മലയാളത്തിൽ ഞാൻ ആകുന്ന തപ്പിയിട്ട് പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഏറ്റവും തീ പിടിച്ച വില ഏതാണ്? സ്വർണത്തിൻ്റെ വിലയാണ്. പക്ഷെ ആൾക്കാരൊന്നും അതിനൊരു തീ പിടിച്ച വിലയായിട്ട് പറയുന്നില്ല. അപ്പോൾ തീ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ മൂല്യം വർദ്ധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുന്നതാണ് തീ പിടിച്ച വില എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന വില എന്നാണ് പറയുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഉയരങ്ങൾ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഏലിയാവ് ഈ ജനത്തെ പന്തയത്തിലൂടെ വെല്ലുവിളിക്കുന്ന സന്ദർഭങ്ങളിൽ 2 തോണിയിൽ കയർ വെക്കരുത്, ഒന്നുകിൽ യഹോവ അല്ലെങ്കിൽ ബാൽ. അവരൊന്നും മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമുക്കൊരു കാര്യത്തിലേക്ക് വരാം. ഒരു എഗ്രിമെൻ്റ് പറയുകയാണ്, നമുക്ക് 2 കൂട്ടർക്കും യാഗം അർപ്പിക്കാം. 2 കൂട്ടർക്കും ഓരോ കാളയെ കൊടുക്കുന്നു. എല്ലാം വായിക്കുന്നില്ല. ആദ്യം ബാലിൻ്റെ പുരോഹിതന്മാർക്ക് അവസരം കൊടുക്കുകയാണ്. നിങ്ങൾ ബാൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തീ ഇറക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവമാണ് ദൈവം.
യാഗപീഠം ഒരുക്കുന്നു, വിറകെടുക്കുന്നു, മൃഗത്തെ കഷ്ണമാക്കി അതിൻ്റെ മേൽ നിരത്തുന്നു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, തീ മാത്രം ഉപയോഗിക്കരുത്. തീപ്പെട്ടി ഉപയോഗിക്കാൻ പാടില്ല. തീ ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് തീ കൊളുത്തും. ആ രീതിയിൽ വേണം ഈ വിശ്വാസത്തെ കാണാൻ. അവരെല്ലാം കേട്ടപ്പോൾ ആ ഡീല് വളരെ സന്തോഷമുള്ളതായിട്ട് അവർക്ക് തോന്നി. 24-ാം വാക്യത്തിലുണ്ട്, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ, അതിന് ജനമെല്ലാം അത് നല്ല വാക്ക്. മുമ്പേ മിണ്ടാതിരുന്നവർ സംസാരിച്ചു തുടങ്ങി. മുമ്പേ ഒന്നും മിണ്ടിയില്ല. ഇത് കേട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഏതായാലും ഒരു യാഗമൃഗത്തെ വിറകെടുക്കി യാഗപീഠത്തിന്മേൽ കെടുത്തുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും യാഗത്തിന് വേണ്ടി ഒരുക്കുക, എക്സെപ്റ്റ് ഫയർ. തീ മാത്രം പാടില്ല, അത് ദൈവം തീ ഇറക്കണം എന്ന് പറഞ്ഞു. അക്കാര്യങ്ങളെല്ലാം നമ്മളവിടെ കൃത്യമായിട്ട് വായിച്ച് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഈ വേദപുസ്തകത്തിൽ യാഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അബ്രഹാമിൻ്റെ യാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുന്ന മോറിയയിലെ യാഗം. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയുള്ള നല്ല ഒരു മോനാണ് ഈ അബ്രഹാം ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, ആട് മാത്രം ഇല്ല. ഇവിടെ ഇപ്പോൾ യാഗമൃഗമുണ്ട്, വിറകുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, തീ മാത്രം ഇല്ല. നമ്മുടെ യാഗം പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തിൻ്റെ വകയായി ഒരു പങ്കുണ്ട്. അതോടെ വന്നെങ്കിൽ മാത്രമേ ഏത് യാഗവും പൂർണ്ണമായിട്ട് തീരുകയുള്ളൂ. അബ്രഹാമിൻ്റെ മോറിയ മലയിലെ യാഗത്തിൽ അവിടെ ആടിനെയാണ് ദൈവം കൊടുക്കുന്നത് എങ്കിൽ ഇവിടെ തീയാണ് ദൈവത്തിൻ്റെ പാർട്ടായിട്ട് ദൈവം കൊടുക്കുന്നത്. മനുഷ്യന് സ്വയം പൂർത്തിയാക്കാൻ കഴിയുന്നതൊന്നും അല്ല ഒരു യാഗവും. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അപ്പവീഞ്ഞുകളെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പങ്കോടുകൂടെ മാത്രമാണ്. അച്ഛന്മാരുടെ ചൊല്ലുകൊണ്ടോ നിങ്ങളുടെ പ്രതികരണം കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇത് വാഴ്ത്തി നുറുക്കി നമുക്ക് നൽകുന്നത്. അപ്പോൾ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ഒന്നാമത്തെ ചാൻസ് എളുപ്പത്തിൽ പറഞ്ഞു പോകണമല്ലോ. ഒന്നാമത്തെ ചാൻസ് ബാൽ ഗ്രൂപ്പിന് കൊടുത്തു. കാരണം അവരാണ് ആൾ കൂടുതൽ. 950 പ്രവാചകന്മാരുണ്ട്, ഇഷ്ടം പോലെ ജനമുണ്ട്. ഇങ്ങേ സൈഡിലുള്ളത് ആരാണ്? ഏലിയാവ്. ഞാൻ ഒരുത്തൻ മാത്രം, പിന്നുള്ളത് എൻ്റെ ദൈവവും മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷമാണ് ഇവിടെ. അവർക്ക് സമയം കൊടുത്തു. അവരോട് പറഞ്ഞു, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ വിളിക്കുന്നു, തുള്ളിക്കളിക്കുന്നു, ആ ഭാഗങ്ങളെല്ലാം ഉണ്ട്. യാതൊരനക്കവുമില്ല. വായിച്ചു പോയാൽ നമുക്ക് കുറെ കൂടെ ഹൃദയമാകും, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. അപ്പോൾ ഈ ഒരനക്കവും കാണാത്തത് കൊണ്ട് ഈ ഏലിയാവ് മിടുക്കനാണ്. ഏലിയാവ് പറഞ്ഞു, ഇച്ചിരൂടെ ശബ്ദത്തിൽ നിന്ന് പറഞ്ഞു നോക്കിക്കുക, ചിലപ്പോൾ ശബ്ദം കേൾക്കാത്തതുകൊണ്ടായിരിക്കും. തുള്ളിച്ചാടി നോക്കി, രക്തമൊഴുക്കിയാൽ ചിലപ്പോൾ നമുക്ക് ശരീരമൊക്കെ മുറിച്ച് തുള്ളിയൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ ദൈവം ഇടപെടുമായിരിക്കും, നോക്കിക്കോ. അന്നേരം പിന്നെ പരിഹസിച്ചും പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ചിലപ്പം ബെഡ് റെസ്റ്റ് എടുക്കുന്ന സമയം ആയിരിക്കും, ഉറങ്ങുമായിരിക്കും, ടൂർ പോയേക്കുമായിരിക്കും, ടൂർ പാക്കേജ് ഉള്ള സമയമാണല്ലോ, പുറത്തു പോയേക്കുമായിരിക്കും. പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നോക്കിയിട്ടും യാതൊരനക്കവുമില്ല. അവർ നിഷ്ക്രിയരായി തീർന്നു. അവരുടെ ശരീരം തല്ലിച്ചതച്ച് രക്തം ചിന്തി തുള്ളി ഉറഞ്ഞ് ശബ്ദമുണ്ടാക്കി കോലാഹലമുണ്ടാക്കി അവർ നോക്കിയിട്ടും ആ ദൈവത്തിന് അനക്കമില്ല. രണ്ടാം ഭാഗം ഈ ഏലിയാവിൻ്റെ ഭാഗമാണ്. ഏലിയാവ് ചെയ്തത് 12 കല്ലുകളെടുത്ത് യാഗപീഠം ഒരുക്കി. പൂർവഗോത്രപിതാക്കന്മാരെ അനുസ്മരിപ്പിക്കുന്ന 12 കല്ലുകളെടുത്ത് യാഗപീഠം പുനർനിർമ്മിച്ചു. അതിൻ്റെ മേൽ വിറകെടുക്കി കാളയെ കഷ്ണമാക്കിയത് അതിൻ്റെ മുകളിന്മേൽ നിരത്തി. തീർന്നില്ല. ആ യാഗപീഠത്തിൻ്റെ ചുറ്റും തോട് ടെൻറ്റുകൾ കുഴിക്കുന്നതായി കാണുന്നു. കിടങ്ങ് കുഴിക്കുകയാണ്. ആ കിടങ്ങിൽ മുഴുവനും വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം നിറച്ചതിന് ശേഷം മാത്രമല്ല, ഈ ഉണങ്ങിയ വിറകിൻ്റെ മേൽ ധാരധാരയായിട്ട് വെള്ളം കൊണ്ട് കോരി ഒഴിക്കുകയാണ്. കാരണം ഒരു രീതിയിലും തീ പിടിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നനഞ്ഞത്, കുതിർന്നിരിക്കുന്നത്, വേറൊരിടത്തു നിന്നും ചൂടുകൊണ്ടോ വല്ലോ അഗ്നിബാധ ഇങ്ങോട്ട് വന്ന് കയറാതിരിക്കാൻ ചുറ്റും തോടുണ്ടാക്കി വെള്ളം ഒഴുകത്തക്ക രീതിയിൽ ഒരു തരത്തിലും തീപ്പൊരിക്ക് സാധ്യതയില്ല എന്ന ഉറപ്പ് വരുത്തുന്ന സംവിധാനം ആണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മളവിടെ വായിച്ചതിൻ്റെ 1-ാം ഭാഗത്ത് കാണുന്നത്. 36-ാമത്തെ വാക്യത്തിൽ
ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്നു, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറയുന്നു. എളുപ്പത്തിൽ ആ ഭാഗം പറഞ്ഞ് തീർക്കുകയാണ്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞ വിശ്വാസത്തിൻ്റെ വെല്ലുവിളി ദൈവത്തിൻ്റെ വചനം കൊണ്ടും വാക്കുകൊണ്ടുമാണ് ഏലിയാവിൽ ചലഞ്ച് ചെയ്തതെങ്കിൽ, രണ്ടാമത്തെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ യാഗപീഠത്തിൽ തീ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആരാധന, കോർപ്പറേറ്റ് വർഷിപ്പ്, ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ആരാധനയുടെ മധ്യത്തിൽ തീ ഇറക്കുന്ന ദൈവത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നിച്ച് ആരാധിക്കുന്ന സന്ദർഭത്തിൽ കാണുന്നത് യഹോവ തന്നെ ദൈവം, നീ എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീ ഇറങ്ങി അവിടെ ദഹിപ്പിക്കുന്നത് ഹോമയാഗം, വിറക്, ആ ചുറ്റുമുള്ള മണ്ണ് കത്തുന്നു, തോട്ടിലെ വെള്ളം മുഴുവൻ ആ തീയുടെ ശക്തിയാൽ അത് വരണ്ടു പോകുന്ന കാഴ്ചയാണ്. അതിശക്തമായ തീ ഇറങ്ങുന്നത് കാണുന്നു. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമുക്കസാധ്യമായത്, നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്, മനുഷ്യൻ്റെ കാര്യപ്രാപ്തി കൊണ്ട് നേടുവാൻ കഴിയാത്തത്, നമുക്ക് പിടിച്ചിറക്കിക്കൊണ്ടുവരുവാൻ കഴിയാത്തത് ദൈവത്തിന് സ്വർഗം തുറന്ന് ഇറക്കിത്തരാൻ കഴിയും എന്നുള്ളതിൻ്റെ വലിയ ഉത്തരമാണ് ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് ഈ ദൈവം ഉത്തരം നൽകിയത്? വേണമെങ്കിൽ പറയാം, ഏലിയാവിന് വേണേൽ പറയാം, കണ്ടോ എൻ്റെ പ്രാർത്ഥന. എന്നാൽ ഇവിടെ ഓർത്തുകൊള്ളണം, ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി, ഏലിയാവ് ജയിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറമായി, ഏലിയാവിൻ്റെ ദൈവമാണ് ജയിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ വിശ്വാസ കൂട്ടായ്മകളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകാം, വിജയിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകാം. എന്നാൽ ആത്യന്തികമായ വിശ്വാസത്തിൻ്റെ വിജയം ഞാനല്ല ജയിക്കുന്നത്, ഞാനല്ല നേടുന്നത്, ഞാനല്ല മിടുക്കനായും മിടുക്കിയായും തീരുന്നത്, എൻ്റെ ദൈവമാണ് ഇവിടെ വിജയിച്ചത്. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കണം. 2026 ആരാധനയിലൂടെ പുതിയ ദേവാലയത്തിൽ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ നേടി എന്ന ഒരു മെമ്പറും ഈ ദേവാലയത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും പറയുവാനായിട്ടിടയായിത്തീരരുത്. ഞങ്ങളുടെ ദൈവം ജയിച്ചു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമം ഉയർന്നു, അവനാണ് ഈ മത്തായി മുക്ക് ഈ ദേശത്ത് ജീവിക്കുന്നത് എന്ന് സാക്ഷ്യത്തോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ ഈ ആരാധന സമൂഹത്തിന് കഴിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസം തീഷ്ണതയുള്ള വിശ്വാസമായി തീരുന്നത്. ഇന്ന് വീടിന് തീ പിടിക്കുന്നുണ്ട്, വണ്ടിക്ക് തീ പിടിക്കുന്നുണ്ട്, ട്രെയിന് തീ പിടിക്കുന്നുണ്ട്, ഫാക്ടറിക്ക് തീ പിടിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിന് മാത്രം തീ ഇറക്കിക്കൊണ്ട് വരാനായിട്ടൊക്കെ നമ്മൾ പക്ഷേ ഇറങ്ങി ഇങ്ങനെ താഴെ വരുമ്പോഴത്തേക്ക് അങ്ങ് കെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തീ പിടിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിനാണ്, പള്ളിക്കെട്ടിടത്തിനല്ല തീ പിടിക്കേണ്ടത്. എൻ്റെ വിശ്വാസത്തിന് തീ കത്താനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ചിന്തയെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏൽ ഓർ ബാൽ ഡീൽ നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഞാനും എൻ്റെ ദൈവവും മാത്രം. ആ ദൈവത്തെ ഉയർത്തിയപ്പോൾ, യാഗപീഠം പുനഃപ്രതിഷ്ഠ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വിജയിക്കുന്നു. അവൻ തന്നെ ദൈവം. ഇതുവരെ മിണ്ടാതിരുന്നവർ എല്ലാവരും ഒരേ ശബ്ദത്തിൽ കവിണു വീണ് പറയുകയാണ്, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. ഈ മനോഹരമായ ദേവാലയം പ്രിയമുള്ളവരെ എന്തിനാണ് ദൈവം തന്നത്? ഇവിടെ ഇരുന്ന് നമുക്ക് പറയാനുള്ള, ആവർത്തിച്ച് പറയേണ്ടതായ ആപ്തവാക്യം, എൻ്റെ ദൈവം തന്നെ ദൈവം, എൻ്റെ ദൈവം തന്നെ എൻ്റെ ദൈവം. ഈ ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ ഒരു ചെറിയ ചിന്ത പറഞ്ഞ് എളുപ്പത്തിൽ നിർത്താം, 5 മിനിറ്റ് കൊണ്ട് നിർത്താം.
ശരിക്കും പറഞ്ഞാൽ ഏലിയാവിൻ്റെ വലിയ ചലഞ്ച് ഈ രണ്ടാമത് പറഞ്ഞ ഈ തീ ഇറങ്ങുന്ന അനുഭവം, അതിലെല്ലാം ഏലിയാവിൻ്റെ ദൈവവും വിജയിച്ചു. മൂന്നാമത് നമ്മൾ കാണുന്ന കാര്യം മഴയായി പെയ്തിറങ്ങി വരുന്ന വിശ്വാസം. 3 വാക്കുകളെങ്കിലും നിങ്ങൾ ഓർത്തിരുന്നോണം. ഒന്നാമത്തേത് വെല്ലുവിളിക്കുന്ന വിശ്വാസം, രണ്ടാമത്തേത് തീ പിടിച്ച വിശ്വാസം, അഗ്നിജ്വാലയായി ഇറങ്ങി വന്ന വിശ്വാസം, മൂന്നാമത്തേത് മഴയായി പെയ്തിറങ്ങി വന്ന വിശ്വാസം. ഈ ദൈവത്തെ പറ്റിയുള്ള ബലപരീക്ഷണമാണ് ആദ്യം നടന്നത്. യഹോവയാണോ ദൈവം, ബാലാണോ ദൈവം? അതിനിപ്പോൾ ഒരു ഉത്തരമായി കഴിഞ്ഞു. യഹോവ തന്നെ ദൈവം എന്നെല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. പക്ഷെങ്കിൽ ഏലിയാവിൻ്റെ ചലഞ്ചിലെ ഒരു ഭാഗം തീർന്നിട്ടില്ല. ഏലിയാവ് വന്ന് ആഹാബിൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, എൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ദേശത്ത് മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി തീ ഇറക്കിക്കൊടുത്തു. ആ ദൈവത്തെ ആരാധിക്കുവാൻ വിശ്വാസ സമൂഹം ഒന്നടങ്കം വന്ന് കവണ് വീണ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നോക്കുമ്പോൾ എൻ്റെ ജനം മഴ കിട്ടാതെ വരൾച്ചയിൽ ദേശം വിണ്ടുണങ്ങി വരണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തെ പരിചയപ്പെടുത്തി. പക്ഷെങ്കിൽ മനുഷ്യൻ്റെ വേദനയും ആവശ്യവും അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചിന്ത ദൈവവചനത്തിൻ്റെയും അരുളപ്പാടിൻ്റെയും ചലഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ചിന്ത അഗ്നി ഇറങ്ങിയത് ഒന്നിച്ചുള്ള ആരാധനയിലും യാഗപീഠത്തിലും തീയായിട്ട് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യത്തെയാണ് കാണുന്നതെങ്കിൽ, മൂന്നാമത്തേത് അവൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയുടെ, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഉത്തരമാണ് കാണുന്നത്. നമുക്ക് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം നമുക്ക് വളരെ ബലമാണ്. ആരാധന നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന, അങ്ങനെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇതുകൊണ്ട് തീരുന്നില്ല. മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും വേദനകളും അങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം വരുന്ന സന്ദർഭങ്ങളിൽ ഇതിനപ്പുറമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഉത്തരമാണ് മഴ പെയ്ത്തായിട്ട് നനവായിട്ട് അവിടെ വരുന്നത്. അത് ഞാൻ പറഞ്ഞ് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. 18-ാം അധ്യായത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞ ദൈവം ആരാണെന്നെല്ലാം തിരിച്ചു കഴിഞ്ഞ സമയത്ത് അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂട്ടക്കൊലയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് രാത്രി ചിന്തിക്കേണ്ട. ബാലിൻ്റെ സകല പ്രവാചകന്മാരെയും അവൻ വെട്ടി നിരത്തി കളഞ്ഞു. ഇനി ഒരുത്തരും ജീവിച്ചിരിക്കാൻ പാടില്ല. അപ്പം ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ചെറിയ കുസൃതി എൻ്റെ മനസ്സിൽ തോന്നി. അവരെ വെറുതെ വെട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത്രയും തീക്കകത്തോട്ട് തെല്ലിയാൻ കിട്ടാതെ തീ അടിച്ച് പോകാനുള്ളതേ ഉള്ളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിച്ചാത്തിയോട് എടുക്കേണ്ട കാര്യം. എന്തായാലും ഇനിയും എൻ്റെ ഈ ഇസ്രയേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ബാൽ അശേര ദൈവ സങ്കല്പം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഇനി ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇനിയും യഹോവയായ ദൈവത്തെ മാത്രമേ പ്രൊമോട്ട് ചെയ്യാവൂ എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് വെട്ടി നിർത്തുന്നതായി കാണുന്നത്. അത് നമ്മൾ ഇന്ന് ധ്യാന വിഷയം അല്ല. അത് കഴിഞ്ഞ് പിന്നെ ആഹാബ് അവിടെ ഉണ്ട്. ഈ യാഗത്തിൻ്റെ ഡീല് നടക്കുമ്പോൾ രാജാവ് അവിടെ ഉണ്ട്. അപ്പോൾ 41-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുക. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നോക്കിക്കോണേ, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. നോക്കിക്കോണം, നേരത്തെ ശക്തമായിട്ട് ഈ രാജാവിൻ്റെ മുമ്പിൽ വിരൽ ചൂണ്ടി സംസാരിച്ച ഏലിയാവ് തൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സൗമ്യമായിട്ട് സംസാരിക്കുക. രാജാവേ, ഇനിയും പോയി ഭക്ഷണം കഴിക്കുക. ഒത്തിരി നേരം കൊണ്ട് ഇവിടെ നമ്മൾ നിൽക്കുകയാണല്ലോ, പോയി ഭക്ഷണം കഴിച്ചു, മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഏലിയാവ് ഭക്ഷണത്തിന് ഇരിക്കുന്നില്ല. ആഹാവ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരൻ, നീ ചെന്ന് കടലിൻ്റെ നേരെ നോക്കുക. അവനങ്ങനെ നോക്കാൻ പോയി. 1, 2, 3, 4 നയമാൻ്റെ കുളി പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. 7-ാം പ്രാവശ്യം ചെന്നപ്പോൾ, എളുപ്പത്തിൽ പറഞ്ഞു നിർത്തട്ടെ,
ഒരു ചെറിയ കൈമേഘം കാണുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് പറഞ്ഞു, വലിയ മഴ പെയ്ത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ ആഹാബിനോട് പറയുകയാണ്, രഥം പൂട്ടി എത്രയും പെട്ടെന്ന് യാത്ര. ക്ഷണത്തിൽ ആകാശവും മേഘവും 45 കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നവൻ അരമുറുക്കയും കൊണ്ട് ഇസ്രയേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. രാജാവ് വാഹനത്തെ പോയി അതിലേറെ സ്പീഡിൽ അരമുറുക്കി. ഈ മഴയ്ക്ക് മുമ്പേ ഈ ഏലിയാവും പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ പ്രാർത്ഥന ജീവിതം പുതിയ വർഷം ഗൗരവമായിട്ടെടുക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്ത് കാണും പ്രിയമുള്ളവരെ. എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, വർഷാവസാന പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, സാക്ഷ്യം പറഞ്ഞു. അതിനപ്പുറമായി നമ്മുടെ പേഴ്സണൽ പ്രയറിൽ എൻ്റെ നാടിനെ പറ്റിയും എൻ്റെ ദേശത്തെ പറ്റിയും എൻ്റെ ദേശത്തിൻ്റെ സമൃദ്ധിയെപ്പറ്റിയും മഞ്ഞും മഴയും ഉണ്ടാകുന്നതിനെ പറ്റിയും ക്ഷേമമുണ്ടാകുന്നതിനെ പറ്റിയും പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ പേഴ്സണൽ പ്രയറിൽ ഉണ്ടാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ പോസ്റ്റർ ഓഫ് ദ പ്രയർ. ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് അവനിരിക്കുന്നത്? മുഴങ്കാലുകൾക്കിടയിൽ മുഖമമർത്തി, ഫുള്ളി കോൺസെൻട്രേറ്റഡ്, ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും നോക്കാതെ, ആരാണ് അടുത്തിരിക്കുന്നതെന്ന് നോക്കാതെ, വലിയവനാണോ ചെറിയവനാണോ എന്ന് നോക്കാതെ, അവൻ മുഴങ്കാലുകൾക്കിടയിൽ മുഖമമർത്തി അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദേശത്ത് മഴയുണ്ടാകണം. ചലഞ്ച് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. തീ ഇറങ്ങിയതേ ഉള്ളൂ. യാഗപീഠത്തിൻ്റെ അർത്ഥം മനസ്സിലായി. പാവപ്പെട്ട ജനം വെള്ളമില്ലാതെ, കൃഷി ചെയ്യാതെ, ഭക്ഷണമില്ലാതെ മരിച്ചു വീഴുമ്പോൾ ജനത്തിന് മഞ്ഞും മഴയും കൊടുക്കണം ദൈവമേ. മഞ്ഞിൻ്റെ ദൈവവും പോയി, മഴയുടെ ദൈവവും, അനുബന്ധ ദൈവങ്ങൾ, അശേര പ്രതിഷ്ഠകൾ, ബാൽ പ്രതിഷ്ഠകൾ ഇനിയില്ല. ഇനി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഏക സത്യ ദൈവം യഹോവ മാത്രമേ ഉള്ളൂ. മഞ്ഞു വേണം, മഴ വേണം. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു 7-ാം തവണ ഒരു കൈമേഘം കണ്ടു. ആ കൈമേഘം കാർമേഘമായി വലിയ മഴയായി പെയ്ത് ഇറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയർ ലൈഫ് എവിടെയെല്ലാം പോയിരുന്നു പ്രാർത്ഥിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ദ വെരി പേഴ്സണൽ പ്രയർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനപ്പുറം ഒറ്റയ്ക്കിരുന്ന ഏകാന്തതയിൽ കഥകടച്ച് മൗനമായി നമ്മുടെ മനസ്സ് തേങ്ങി നെടുവീർപ്പുകളായി ദീർഘനിശ്വാസമായി കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു നിർത്തുകയാണ്, സമയമായി. ചെറിയ ഒരു കൈമേഘം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആകാശത്തിലുള്ള ഒരു കൈയുടെ അത്രയുള്ളൊരു മേഘം കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. ചെറുതിൽ വലിയ മഴ കണ്ടവനാണ് ഏലിയാവ്. പ്രൈസ് ദി ലോർഡ്. ചെറുതിൽ വലിയ അനുഗ്രഹം കണ്ടവനാണ് ഏലിയാവ്. നമുക്കൊക്കെ വലിയത് കണ്ടാലേ ഒരു സ്തോത്രവും പ്രൈസ് ദി ലോർഡും വരത്തുള്ളൂ. വലിപ്പം കൂടണം. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസത്തെ കാര്യം നടന്നു പോകാൻ, കുഞ്ഞുങ്ങളുടെ കാര്യം നടന്നു പോകുവാൻ അവർ വളരെ ക്ലേശിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് ദൈവം തമ്പുരാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. ചെറിയ മേഘം. ഏലിയാവിൻ വലിയ പ്രവാചകനാണ്. അദ്ദേഹം ചെറിയ കാര്യങ്ങളിൽ അത്ഭുതം കണ്ട മനുഷ്യനാണ്. ഓടിച്ചു നോക്കിക്കോ, കെരീത്ത് തോട്ടിൽ പോയി. ഇതുവരെ ലോകത്തിൽ ഒരാൾക്കും കാക്ക സപ്ലയറായിട്ട് പോയിട്ടില്ല. ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കാക്ക തിന്ന കാക്കപ്പാതി തിന്നവനാണ് ആര്? ഏലിയാവ്. തോട്ടിലെ വെള്ളം കുടിച്ച് ഒരു പ്രവാചകനും ജീവിച്ചിട്ടില്ല. ഒരിറ്റ ഉറവ വെള്ളത്തിൽ നിന്ന് കലക്കവെള്ളം കുടിച്ച് ജീവിച്ചവനാണ്. സാരെപാത്തിലെ വിധവഴി അടുക്കി ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നാളെ മരിക്കാനായിട്ടിരിക്കുന്ന ആളാണ്. ലാസ്റ്റ് അപ്പം, അന്ത്യ അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ കലത്തിലെ മാവ്, തീരുന്ന മാവ്, തീരാറായിരിക്കുന്ന ഭരണിയിലെ എണ്ണ, അവസാനത്തെ തുള്ളി എണ്ണയും അവസാനത്തെ പിടിമാവും അവൻ അത്ഭുതമായിട്ട് തീരുന്നതായി കാണുന്നു. പിന്നെ ചൂരച്ചെടുത്തണലിൽ ഒന്നും പറയാനായിട്ട് സമയമില്ല. നമ്മൾ വലിയത് കണ്ടിട്ട് സ്തോത്രം പറയുമെന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. ചെറുത് കണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അരുന്ധതി റോയുടെ ഒരു നല്ല പുസ്തകമുണ്ട്, സമയം കിട്ടുന്നവർ വായിച്ചോണം, നല്ലതാണ്.
ചെറിയ കാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ദൈവം തമ്പുരാൻ വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവം ആണ്. ഞാൻ നിർത്തുകയാണ്. ഈ പുതിയ നിയമത്തിൽ വിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ പറയുന്ന ഏറ്റവും ചെറിയ സാദൃശ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മല മാറി മറിയും. അതിൽ ചെറുതൊരെണ്ണം പറയാനില്ല. കടലോളം വിശ്വാസമുണ്ടെങ്കിൽ എന്തുവേലും സംഭവിക്കുമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം. വലുപ്പത്തിലല്ല പ്രിയമുള്ളവരെ, കണ്ടന്റിലാണ് പ്രധാനപ്പെട്ട കാര്യം. വലിപ്പത്തിലല്ല, ഉള്ളടക്കത്തിലാണ്. ഒരു പിടിയേ ഉള്ളുവെങ്കിലും, ഒരു നുള്ളരിയേ ഉള്ളുവെങ്കിലും അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അവിടെയാണ് ദൈവം തമ്പുരാൻ അനുഗ്രഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണു നിറഞ്ഞ സന്ദർഭങ്ങൾ എവിടെയാണ്? ചെറിയ കാര്യങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് കൊണ്ടെത്തുന്നത് എവിടെയാണ്? ആ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവം തമ്പുരാൻ അത്ഭുത കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2026 ഒത്തിരി വമ്പൻ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. ദൈവത്തോട് ചോദിക്കേണ്ടത്, ഒരു കൈമേഘം കാണാൻ ഇടയായി തീരണമേ, ഒരു കാക്കയുടെ ചുണ്ടിൽ ഒരു ഭക്ഷണം കിട്ടാൻ സാധിക്കണമേ. എൻ്റെ കലം നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലേക്ക് വരുവാനായിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. പകരം എൻ്റെ കലത്തിലെ മാവ് തീരാതിരിക്കുവാൻ ദൈവം സഹായിക്കണമേ. എൻ്റെ ഭരണിയിലെ എണ്ണ അതിൻ്റെ ഒരിറ്റെങ്കിലും അവിടെ കിടക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. ആ ഇറ്റിൽ നിന്നാണ്, ഒരു തുള്ളിയിൽ നിന്നാണ്, ഒരു പിടിയിൽ നിന്നാണ് ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്ന ഒരു കൈമേഘം കണ്ടു. അത് വലിയ കർമ്മേലിലെ പ്രാർത്ഥനയിൽ അത് വലിയ മഴയായി ദൈവം പെയ്തിറക്കുന്നതായി കാണുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ധ്യാനിക്കാനുള്ള സമയമാണ്. ഏലിയാവിൻ്റെ വിശ്വാസം അതൊരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന ചലഞ്ചിങ് വിശ്വാസമാണ്. ഏലിയാവിൻ്റെ ആരാധന അനുഭവം എന്ന് പറയുന്നത് ഒന്നിച്ച് ആരാധിക്കുകയാണ്. ആരാധനയിൽ ദൈവത്തിൻ്റെ പങ്ക് തീയിറക്കുക. എൻ്റെ വിശ്വാസം തണുത്തു പോയിരിക്കുന്നുവോ, എൻ്റെ വിശ്വാസത്തിന് തീ നൽകണമേ. 3, എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതങ്ങളിൽ കർത്താവെ എൻ്റെ കണ്ണ് നനയുവാനും ചെറിയ കാര്യങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ എൻ്റെ ദേശത്ത്, കുടുംബത്തിൽ നടക്കുവാൻ ഇടയാകണമേ. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ കണ്ണു നിറഞ്ഞിട്ടുണ്ട്, തുവാലയും തോർത്തുകൊടുത്ത് തുടച്ചിട്ടുണ്ട്. അതിനൊക്കെ ദൈവം തമ്പുരാൻ അളന്നു തൂക്കി അതിനപ്പുറമായിട്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു നിമിഷം ദൈവം നടത്തിയ വഴികളെ ഓർക്കാൻ. 2026 ഈ വിശ്വാസത്തിൻ്റെ കൊടുമുടി ഞങ്ങൾ കീഴടക്കും. പള്ളി ഞങ്ങൾക്ക് ലഭിച്ചു, ആരാധനാലയം ലഭിച്ചു, ഒന്നിച്ചാരാധിക്കുവാൻ സാധിക്കുന്നു, പ്രാർത്ഥന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഏത് രാജാവിൻ്റെ മുമ്പിലും, ഏത് ശക്തിയുടെ മുമ്പിലും ഈ ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ ഞാനും എൻ്റെ ദൈവവും അതൊരു വലിയ ശക്തിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലെടുത്ത് വരാം. ആ കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കണ്ടതുപോലെ, ആഹാബ് വിറച്ചതുപോലെ അഗ്നി മഴയായി പെയ്യണമേ.